രാജ്യത്ത് HMPV ജനിതക മാറ്റം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആദ്യമായാണ് രോഗം ഭാരതത്തിൽ എന്ന റിപ്പോർട്ടുകളിൽ അടിസ്ഥാനമില്ല. മാസ്ക് ധരിക്കുന്നതടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ആവശ്യം. വിദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേക നിയന്ത്രണങ്ങളില്ല. ശ്വാസകോശ രോഗങ്ങൾക്കുള്ള സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റാണ് ഇതിനുള്ളതെന്നും വീണ ജോർജ് പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. ഇപ്പോൾ കേരളത്തിന്റെ സ്ഥിതി പരിശോധിച്ചാൽ നമുക്ക് പരിശോധനാ സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് IAV ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി 2023-24 വർഷം, കാരണം ഈ IAV പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം നമ്മൾ സാമ്പിൾസ് അയക്കുമല്ലോ, ആ സാമ്പിൾസ് അയക്കുമ്പോൾ പരിശോധിച്ചതിൽ 11 കേസസ്, അത് സാമ്പിൾ സൈസ് വളരെ കുറവാണെന്നുള്ളത് കാണും. അപ്പോൾ 11 കേസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബ് ഇത് റെസ്പിറേറ്ററി പാനൽ നമ്മൾ പരിശോധിക്കുമ്പോൾ റെസ്പിറേറ്ററി പാനലിന്റെ പരിശോധനയിൽ ഇത് നമ്മൾ പരിശോധിക്കാറുണ്ട്. അപ്പോൾ പല തവണ നമുക്ക് നേരത്തെ തന്നെ ഇത് കണ്ടെത്തിയിട്ടുള്ള ഒരു വൈറസാണ്. ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ഒരിക്കൽ കൂടി വ്യക്തമായി പറയാനുള്ളത്. അത് ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഇത് ഇന്നലെ അവരുടെ കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പുതിയ വൈറസ് അല്ല, ആദ്യമായിട്ടല്ല കണ്ടുപിടിക്കുന്നത്. ഇന്ത്യയിൽ നേരത്തെ തന്നെ ഉള്ള വൈറസാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ HMPV-യുമായി ബന്ധപ്പെട്ട് ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതിന് ഒരു വാക്സിൻ അങ്ങനെയല്ല, അതിന് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ് ഉള്ളത്. അതോടൊപ്പം സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ജലദോഷം ഉണ്ടെങ്കിൽ നമ്മൾ ആ ജലദോഷത്തിനുള്ളത് അതല്ല, എന്തൊക്കെയാണ് ലക്ഷണം അതനുസരിച്ചിട്ടുള്ള സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ് ഇതിനുള്ളത്. വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, HMPV വൈറസ് വ്യാപനത്തിൽ കേരളത്തിന്റെ സ്ഥിതിഗതികൾ എങ്ങനെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് വിലയിരുത്തുന്നത്? എന്തായാലും ഈ HMPV-യുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഓൺലൈൻ മീഡിയകളിലും മറ്റ് മാധ്യമങ്ങളിലും പ്രചാരണം നടക്കുന്നത്. അപ്പോൾ ആ പ്രചാരണങ്ങളെല്ലാം ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. അതായത് ആദ്യമായിട്ടാണ് ഈ ഒരു വൈറസ് ഈ രാജ്യത്തും അതുപോലെ തന്നെ കേരളത്തിലും സ്ഥിരീകരിച്ചു എന്നുള്ള തലത്തിലേക്കുള്ള ഒരുപാട് വാർത്തകൾ പോകുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ വ്യക്തത തരികയായിരുന്നു മന്ത്രി. ഇത് ആദ്യമായിട്ടല്ല സ്ഥിരീകരിക്കുന്നത്, മുൻപും കേരളത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. പലതരത്തിലുള്ള പരിശോധനകളിലും ഇത് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ അത് 2001-ലാണ് ഈ ഒരു HMPV വൈറസിനെ ആദ്യമായിട്ട് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ തലത്തിലേക്കുള്ള ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമല്ല നിലവിലുള്ളത്. സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റുകളാണ് ഈ രോഗത്തിന് പൊതുവെ നൽകുന്നത്. ഈ വിദേശത്തു നിന്ന് വരുന്നവർക്ക് നിയന്ത്രണങ്ങളൊന്നുമില്ല. അത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്ന് മന്ത്രി പറയുന്നുണ്ട്. മാത്രമല്ല മാസ്ക് ധരിക്കുകയാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒരു കാര്യം. മാത്രമല്ല ഇത്തരത്തിൽ ലോകത്തിൽ ഇത് വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഈ വാർത്തകളിലെല്ലാം ആരോഗ്യമന്ത്രി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം WHO ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു മുന്നറിയിപ്പുകളും നൽകിയിട്ടില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകിയിട്ടില്ല. അത്തരത്തിൽ ഒരു കാര്യം അപകടകരമായിട്ടുള്ള അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും WHO നേതൃത്വത്തിൽ ഒരു അറിയിപ്പ് ഉണ്ടായിരിക്കും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിയിപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള നിർദ്ദേശങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ ദയവ് ചെയ്ത് പ്രചരിപ്പിക്കരുത് എന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞത്. മാത്രമല്ല ഈ ജനിതകമാറ്റം സംഭവിച്ചാലാണ് അതിൻ്റെ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമുള്ളൂ. നിലവിലെ സ്ഥിതിവിശേഷങ്ങളിൽ ആശങ്കയില്ല. സംസ്ഥാനത്തെ റാപ്പിഡ് റെസ്പോൺസ് ടീമെല്ലാം കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും ആശങ്ക വേണ്ട, പക്ഷേ ജാഗ്രത കൈവിടരുത്. മാസ്ക് ധരിക്കൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിരോധം എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, ആനന്ദ് പുത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.